അച്ഛൻ, പ്രിയപ്പെട്ട സൂരജച്ചൻ, ബഹുമാന്യ എല്ലാവരുമേ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന മോൻസിച്ചായൻ, ഈ കൊയറിന്റെ ഭാഗമായിരിക്കുന്നവരെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുമേ ദൈവനാമത്തിൽ സ്നേഹവന്ദനം. 8 വർഷം മുൻപ് ഒരു കൊച്ചു പയ്യനായിട്ട് ഇതേ സ്ഥലത്ത് നിൽപ്പാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. അതിനുശേഷം കഴിഞ്ഞ 8 വർഷത്തിനിടെ പലപ്പോഴായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള അവസരം ലഭിച്ചില്ല. എന്നാൽ വീണ്ടും സഭയിൽ ഒരു ശുശ്രൂഷക്കാരനായി ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ നിൽപ്പാൻ അവസരം നൽകിയ, ഭാഗ്യം നൽകിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൃപയുടെ തണലിൽ എന്ന പാട്ട് നിങ്ങളെല്ലാവരും പാടുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളോടുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. അത് ലൈവിൽ വീണ്ടും വീണ്ടും ആവർത്തി കണ്ട് നിങ്ങളെല്ലാവരും അത് ഹൃദയത്തിൽ നിന്ന് പാടുന്നത് കണ്ട് സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ പാട്ട് പ്രിയപ്പെട്ട മോർസിച്ചാനാണല്ലോ വളരെ മനോഹരമായി സംഗീതം ചെയ്തു തന്നിരിക്കുന്നത്. ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന ഛത്തീസ്ഗഡിലെ ജഗദൽപൂർ മാർത്തോമ ഇടവകയിൽ ഗോസ്ബൽ ടീമിന്റെ വചനയാന പ്രോഗ്രാമുമായിട്ടാണ് പ്രിയപ്പെട്ട മോർസിച്ചാൻ കടന്നു വന്നത്. എന്നാൽ ഞങ്ങളുടെ പള്ളിയിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഛത്തീസ്ഗഡിലെ 300 കിലോമീറ്ററിന് അപ്പുറത്തുള്ള മറ്റൊരു പള്ളിയിൽ ചാർട്ട് ചെയ്തിരുന്ന പ്രോഗ്രാം ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ പള്ളിയിലേക്ക് വന്നതാണ്. അങ്ങനെ പെട്ടെന്നുള്ള അറേഞ്ച്മെന്റ്സ് വന്നതാണ്. മറ്റു പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങിപ്പോയപ്പോൾ ഞങ്ങൾ പരസ്പരം സംസാരിച്ചപ്പോൾ മോർസിച്ചാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് ഒന്നിച്ചൊരു പാട്ട് ചെയ്യണം, ഒപ്പം ആരാമോട് പാട്ട് കൊടുക്കേണ്ട ഒരു സമയമാണ്, തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മോർസിച്ചാൻ തുടർന്നുള്ള അവരുടെ യാത്ര കാശ്മീർ അല്ലെങ്കിൽ ടിബറ്റൻ ബോർഡറിലേക്കുള്ള വചനയാനം യാത്ര അവരുടെ ടെമ്പോ ട്രാവലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ വിവാഹത്തിന് വേണ്ടി നാട്ടിലേക്കുള്ള ട്രെയിൻ യാത്ര ആരംഭിക്കും. അപ്പോൾ ഇങ്ങനെ ട്രെയിനിലിരിക്കുമ്പോഴാണ് ഈ പ്രിയപ്പെട്ട മോർസിച്ചാൻ്റെ ഒരു സംഗീതം, അച്ഛാ എനിക്ക് ദൈവം തന്നൊരു സംഗീതമാണ്, അച്ഛനെ ഇതിനൊന്ന് വരികൾ എഴുതാൻ ശ്രമിക്കാമോ എന്ന് പറഞ്ഞ് എനിക്ക് അയക്കുന്നത്. ഞാൻ നോക്കാം മോർസിച്ചാൻ അത് പറഞ്ഞു. പല പ്രാവശ്യം അത് കേട്ടു. അപ്പോൾ എന്ത് വിഷയം ഈ പാട്ടിൽ എഴുതണം എന്ന്, ഈ സംഗീതത്തിൽ എഴുതണമെന്ന് പലരും ആവർത്തിച്ച് ആലോചിച്ചു. അപ്പോൾ ദൈവം ഹൃദയത്തിൽ തന്ന ഒരു ആലോചനയാണ് കൃപയുടെ തണലിൽ. അത് ഈ വാക്കുപോലെ തന്നെ മനസ്സിലേക്ക് വന്നു. അത് ട്രെയിനിൽ വെച്ചതിനെ കുറിച്ച് ഇതിന്റെ സ്റ്റാൻസയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പല പ്രാവശ്യം പാടി കാണാപ്പാടമാണ്, നിങ്ങൾക്ക് ബൈ ഹാർട്ടായിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് കലത്തിലെ മാവ് ഭരണിയിൽ എണ്ണ കുറഞ്ഞു പോകാതെ ഇല്ലായ്മകളിൽ അതിശയമായി നടത്തിയിടുന്നവന്. നിങ്ങൾക്കറിയാം, ഒരു സഭയിലെ ശുശ്രൂഷക്കാരെന്നുള്ള നിലയിൽ ഇല്ലായ്മയുടെ ധാരാളം അനുഭവങ്ങളുണ്ട്. അത് എല്ലാം മറ്റുള്ളവർ അറിയണമെന്നില്ല. നമ്മുടെ ഇല്ലായ്മകൾ നമ്മൾ ആരോടും പറയാറില്ല. എന്നാൽ ദൈവം തമ്പുരാൻ മറ്റൊരാളുടെ മുൻപിൽ കൈ നീട്ടുവാൻ ഇന്ന് വരെ അതിന് അനുവദിച്ചിട്ടില്ല. ഇല്ലായ്മയിൽ അതിശയകരമായി നടത്തിയിടുന്നവനെ, അതുകൊണ്ട് എൻ മിഴികൾ നിറയുമെന്ന് കുറിച്ചപ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് എഴുതിയത്. എൻ മനവും പാട് സ്തുതിയുടെ സംഗീതം. അങ്ങനെ 3 സ്റ്റാൻസ് എഴുതുവാൻ അത് മോർസിച്ചാൻ വളരെ മനോഹരമായി അത് ചിട്ടപ്പെടുത്തി ഈ കൊയറിലിരിക്കുന്ന 6 പേർ ചേർന്നാണ് അത് പാടിത്തന്നത്. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ട് പാടിത്തന്ന 6 പേരും ഇന്ന് ഈ കൊയറിൽ ദൈവം അവർക്ക് അവസരം നൽകിയെന്നുള്ളതാണ്. അതിനൊരു ഭാഗ്യം അവരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അവരോടുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. അങ്ങനെ ഈ പാട്ട് മാരാമള്ളിൽ വരുവാനും അത് ഞങ്ങളുടെ ഒരു ജീവിത സാക്ഷ്യമായി അനേകർ പാടുവാനും സാധാരണക്കാരായിട്ടുള്ള അനേക ആളുകൾ ഈ ദിവസങ്ങളിലൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ, അച്ഛാ ഇത് ഞങ്ങളുടെയൊക്കെ ജീവിതമാണ്, ഈ ഇല്ലായ്മയുടെ അനുഭവങ്ങളിൽ ദൈവം നടത്തുന്നതിനെ കുറിച്ച് അച്ഛൻ എഴുതിയതെന്ന് പറയുമ്പോൾ അത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട മോർസിച്ചാനോടും പ്രിയപ്പെട്ട DSMCയോടും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം കരുതലും. ഇവിടെ നല്ലൊരു ഭൂരിപക്ഷം ആളുകൾ എൻ്റെ പേഴ്സണൽ സ്നേഹബന്ധമുള്ള വ്യക്തിപരമായി അറിയാവുന്ന ആളുകളാണ്. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും എന്നും കൂടെ ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് പ്രാർത്ഥന ഓർക്കുക. പ്രത്യേകിച്ച് ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ മാരാവണം എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ഒരു പാട്ട് വരുന്നതിലും ഇവിടെ നിൽക്കുന്നതിലും ഞങ്ങൾ ഒന്നിച്ച് കുടുംബമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് മനോഹരമായി ഓർക്കസ്ട്ര ചെയ്ത പ്രകാശ് അലക്സിച്ചാനെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. ഇതിന്റെ ടെക്നിക്കൽ ടീം കൈകാര്യം ചെയ്യുന്നവർ ഞങ്ങൾ വിവിധ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് എല്ലാവരോടുമുള്ള സന്തോഷവും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പാട്ട് ദൈവം നാം മഹത്വത്തിനായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരു അവസരം നൽകിയ പ്രിയപ്പെട്ട അച്ഛനോടും DSMCയോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാം ഒരുപോലെ അനുഗ്രഹിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെ സിങ്കായിട്ട് ഒരു നൂല് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടതായിട്ടുള്ള ഒരു കാഴ്ച അവസ്ഥ വന്നില്ല. അത്ര സിങ്കായിട്ടാണ് പ്രിയപ്പെട്ട അച്ഛൻ അത് എഴുതി തന്നത്. ഇതിന്റെ ഈ പാട്ട് റെക്കോർഡിംഗ് സമയത്ത് പ്രിയപ്പെട്ട എന്റെ ഏറ്റവും വലിയ സന്തോഷം പ്രിയപ്പെട്ട സോണിയച്ചൻ എന്നോട് ചോദിച്ചു, മോൻസ് ഇത് ട്യൂൺ ചെയ്തിട്ടാണോ എഴുതിയത് അതോ എഴുതിയിട്ട് ട്യൂൺ ചെയ്തതാണോ ചോദിച്ചു. അച്ഛനെ കാരണം അത്രയ്ക്ക് അതിനെക്കുറിച്ച് അറിയാം. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇത് ട്യൂൺ ചെയ്തിട്ട് എഴുതിയതാണ്. അപ്പോൾ അച്ഛൻ അവിടെ ഞങ്ങളെല്ലാവരും പറഞ്ഞു, വെറുതെ അല്ല ഇത്ര കൃത്യമായിട്ട് സിങ്കായിട്ടിരിക്കുന്ന അച്ഛൻ. അത് അപ്പൊ അച്ഛന്റെ വായിൽ നിന്നും അത് കേൾക്കാൻ ഇടയാക്കിയതിൽ
വളരെ സന്തോഷമാണ്. കാരണം നമ്മളെല്ലാവരും ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇത്ര പാണ്ഡിത്യമുള്ള ഒരു വന്യ വൈദികനാണ് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ. അപ്പൊ അച്ഛനത് പറയുമ്പോൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ പാട്ടുകൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹവും ഒരു പ്രാർത്ഥനയുമുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്നോട് കൂടെ വേണം. ഈ സമയത്ത് ഞാൻ എന്റെ കുടുംബത്തെ ഓർക്കുന്നു, ഇത് ചെയ്ത പ്രിയപ്പെട്ട അലക്സിനെ ഓർക്കുന്നു. ഞാൻ അലക്സിനെ വിളിച്ചിട്ട് പറഞ്ഞു മോൻസിറ്റായ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്ര മനോഹരമായിട്ടുള്ളൊരു പാട്ട് ഞാൻ ചെയ്തെന്ന് പ്രിയപ്പെട്ട അലക്സിനോട് പറഞ്ഞു. അതൊക്കെ പ്രകാശ് അലക്സിനോട് പറഞ്ഞു. അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, സന്തോഷമാണ്. തന്നെയുമല്ല, ഇവിടിരിക്കുന്ന ഓർക്കസ്ട്ര ടീം അവരിത് വായിക്കുമ്പോൾ വേറൊരു തലത്തിൽ നമുക്കത് കേൾക്കുവാനും അനുഭവിക്കാനും കൂടെ പാടുവാനൊക്കെ കഴിയുന്നത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അപ്പോൾ ഇവിടെയുള്ള എനിക്ക് ഈ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ലോകത്തിന്റെ നാനാ ദിക്കിൽ നിന്നും എനിക്ക് മെസ്സേജ് വരുന്നു, എനിക്ക് ഫോൺ കോളുകൾ വരുന്നു. എനിക്കറിയത്തില്ല എത്രയോ പേരാണ് ഞാൻ അറിയാത്ത, എന്റെ നമ്പർ തിരച്ചെടുത്ത് വിളിച്ചിട്ട് പറയുന്നത് ഞങ്ങൾ പാട്ട് കേട്ടു കേട്ടോ, വളരെ സന്തോഷം. 25 വർഷത്തിന് ശേഷം ഒരു കമന്റ് ഇങ്ങനെയാണ്. പക്ഷെ അത് അവരുടെ ഒരു മനസ്സിന്റെ ആയിരിക്കും എന്ന് ഞാൻ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. 25 വർഷത്തിന് ശേഷം ഇത്ര മനോഹരമായ ഒരു പാട്ടൊക്കെ, അത് ഒരാൾ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ കണ്ടാൽ മതി. എന്നാലും അദ്ദേഹത്തെ കൊണ്ട് അത് എഴുതിക്കാൻ മനസ്സ് തോന്നിച്ചില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പാടാൻ പറ്റുമല്ലോ. പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം ഞാനും വളരെ വിനയപ്പെടുന്നു. ദൈവനാമത്തിൽ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു.